ഹലോ എവറി വൺ, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് വേണ്ടിയുള്ള എക്കണോമിക്സിൻ്റെ ബേസിക് കോൺസെപ്റ്റുകളെ കുറിച്ചാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ എക്കണോമിക്സിൽ നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് എക്കണോമിക്സ് എന്ന് പറയുന്നതാണ്. ഓക്കെ, എക്കണോമിക്സ് ഈസ് ദ സോഷ്യൽ സയൻസ് ദാറ്റ് സ്റ്റഡീസ് ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പോൾ എക്കണോമിക്സ് എന്ന് ബേസിക്കലി പറയുമ്പോഴത്തേക്ക് അതൊരു സോഷ്യൽ സയൻസ് ആണ്. അതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ ഇടയിൽ നിർമ്മിക്കപ്പെടുന്ന പല കാര്യങ്ങൾ അത് കൺസ്യൂം ചെയ്യാൻ വേണ്ടി പല ആളിലേക്ക് എത്തിക്കുന്നു. അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസിനെയാണ് നമ്മൾ ബേസിക്കലി എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്കണോമിക്സ് ഫോക്കസ് ഓൺ ദ ബിഹേവിയർ ആൻഡ് ഇൻട്രാക്ഷൻ ഓഫ് എക്കോണമിക് ഏജൻറ്റ്സ് ആൻഡ് ഹൗ എക്കോണമിക്സ് വർക്ക്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇവരിതിൽ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്നും പല ആളുകൾ ഇതിൽ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, അതായത് പല എക്കോണമിക് ടേംസിൽ പറയുന്നതിനാണ് നമ്മൾ എക്കണോമിക്സ് എന്ന് ബേസിക്കലി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനെ പല ആളുകൾ പല രീതിയിലാണ് ഡിഫൈൻ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഡെഫിനിഷനാണ് വെൽത്ത് ഡെഫിനിഷൻ. അത് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ആദം സ്മിത്ത് ആണ്. ഓക്കെ, എന്താണ് വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് ഈസ് ദ സയൻസ് ഓഫ് വെൽത്ത്. അതായത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അതെന്താണോ അതിനെയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ സാമ്പത്തികമായി നടത്തുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഒരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ ആ സബ്ജക്റ്റിനെയാണ് നമുക്ക് എക്കണോമിക്സ് എന്ന് പറയാൻ പറ്റുന്നത് എന്നായിരുന്നു ആദം സ്മിത്ത് പറഞ്ഞിരുന്നത്. ഓക്കെ, സെക്കൻഡ് ഡെഫിനിഷനായിരുന്നു വെൽഫെയർ ഡെഫിനിഷൻ. അത് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ആൽഫ്രഡ് മാർഷലാണ്. അപ്പോൾ വെൽഫെയർ ഡെഫിനിഷനിൽ പറയുന്നതെന്ന് വെച്ചാൽ എ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. അതായത് നമ്മൾ ഈ വെൽത്ത് എല്ലാം സമ്പാദിക്കുന്ന എന്താണ്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, മെറ്റീരിയലി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് നേടാൻ വേണ്ടിയാണ്. അപ്പോൾ ഓരോ മെറ്റീരിയലിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേടുന്നതും നമ്മുടെ ഓരോ വെൽഫെയർ പ്രോസസ്സിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്നത് വെൽത്ത് സമ്പാദിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ ലൈഫിൽ ഓരോ ഇമ്പ്രൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ടും നമ്മൾ സ്വന്തമാക്കുന്ന മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ശരിക്കും സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ എക്കണോമിക്സ് എന്ന് പറയുന്നതിനെ വെൽഫെയർ ഡെഫിനിഷൻ എന്ന രീതിയിൽ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, മൂന്നാമത്തെ ഒരു ഡെഫിനിഷനാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. അതിന് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ലയണൽ റോബിൻസ് ആണ്. ഓക്കെ, എന്താണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ നേടേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള സാധനങ്ങൾ ലിമിറ്റഡ് ആണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവൈലബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും കുറവായിരിക്കും, പക്ഷെ നമ്മളെ ആവശ്യകതകൾ എപ്പോഴും അതിലും കൂടുതലായിരിക്കും. അപ്പോൾ ഈ രണ്ടും തമ്മിലൊരു മാച്ചിങ്ങിന് വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ശരിക്കും പറയുന്നത് എക്കണോമിക്സ് എന്ന് സ്റ്റേറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഓരോ ആവശ്യങ്ങളുണ്ട്. അതിപ്പോൾ 1 കോടി രൂപയുള്ള ആളായിക്കോട്ടെ, 1000 രൂപയുള്ള ആളായിക്കോട്ടെ, അവരത് ചിലവാക്കാൻ പോകുന്നത് അവർക്ക് ഏതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിനായിരിക്കും അവർ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷമായിരിക്കും സെക്കൻഡ് ഇമ്പോർട്ടൻസ്, ടെർഷറി എന്നുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് പോവുക. അപ്പം എക്കണോമിക്സ് എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഏതൊരു വ്യക്തിയുടെ ലൈഫിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ എക്കണോമിക്സിനെ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ കഴിയുമെന്നാണ് ലയണൽ റോബിൻസ് പറഞ്ഞിരുന്നത്. ഓക്കെ, അടുത്ത ഡെഫിനിഷനിലോട്ട് പോവാം. അടുത്ത 4ാമത്തെ ഡെഫിനിഷനാണ് ഗ്രോത്ത് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. അത് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് പോളെ സാമുവൽസൺ ആണ്. അപ്പോൾ ഗ്രോത്ത് ഓറിയൻറ്റഡ് ഡെഫിനിഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ് വിത്ത് ഓർ വിത്തൗട്ട് ദ യൂസ് ഓഫ് മണി ടു എംപ്ലോയ് ദ സ്കേഴ്സ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ് ടു പ്രൊഡ്യൂസ് വേരിയസ് കമ്മോഡിറ്റീസ് ഓവർ ടൈം ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം ഫോർ കൺസപ്ഷൻ നൗ ആൻഡ് ഇൻ ഫ്യൂച്ചർ. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, ഒരുപാട് റിസോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, പക്ഷേ പലതും ലിമിറ്റഡ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു സിംഗിൾ യൂസ് മാത്രമായിരിക്കില്ല, അതിന് ഒരുപാട് തരത്തിലെ യൂസസ് ഉണ്ടാവും. അതാണ് പറയുന്നത് നമുക്കുള്ള എല്ലാത്തിനും ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ടാവും. അപ്പോൾ ഈ ഡെഫിനേഷനിൽ അവർ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൊസൈറ്റിയിൽ മനുഷ്യരും ആ സൊസൈറ്റിയിൽ നിൽക്കുന്ന ആളുകളും അവർക്ക് പല കാര്യങ്ങൾ ആവശ്യമുണ്ട്. അത് മണി വിത്ത് ഓർ വിത്തൗട്ട് മണി അതിലൊരു മീഡിയമായിട്ട് നിൽക്കാതിരിക്കാം. പക്ഷേ നമുക്ക് ഈ മണി മീഡിയം അല്ലെങ്കിൽ പോലും നമുക്ക് ഈ അവൈലബിൾ റിസോഴ്സുകളെ എന്താണ്
ഒരു ലിമിറ്റഡ് ആണ് നമുക്ക് കിട്ടുന്നത്, അത് ഒരുപാട് ആളുകൾക്ക് ആവശ്യമുണ്ട്. ആ ലിമിറ്റഡായി കിട്ടുന്ന റിസോഴ്സിന് തന്നെ ഒരുപാട് മറ്റ് ആവശ്യകതകളും നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഈ ആൾട്ടർനേറ്റീവ് യൂസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സുകളെ എന്ത് ചെയ്യണം, കൃത്യമായ അളവിൽ അത് വെച്ച് പ്രൊഡ്യൂസ് ചെയ്ത് പലതരത്തിലെ കമ്മോഡിറ്റീസ് നമ്മൾ ഇക്കാലത്തും ഭാവിയിലേക്കും വേണ്ടി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുക മാത്രമല്ല, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൺസപ്ഷനായിട്ട് കൊടുക്കുകയും വേണം. അത്തരത്തിൽ ചെയ്യാൻ കഴിയുന്നത് എന്താണെങ്കിലും അതിനെക്കുറിച്ചുള്ളൊരു പഠനത്തിനെയാണ് നമുക്ക് എക്കണോമിക്സ് എന്ന് പറയാൻ പറ്റുമെന്നാണ് പോൾ എ സാമുവൽസൺ പറയുന്നത്. ഓക്കെ, അടുത്തായിട്ട് മൈക്രോ എക്കണോമിക്സ് എന്താണെന്നാണ് അറിയേണ്ടത്. ദ എക്കോണമിക് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ എക്കോണമിക് യൂണിറ്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽ എക്കോണമിക് വേരിയബിൾസ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം, അതിനെക്കുറിച്ച് മാത്രം അവരുടെ ഇടയിൽ നടക്കുന്ന വരവ് ചെലവ് കണക്കുകളെക്കുറിച്ച്, അല്ലെങ്കിൽ അവരെ ഈ വരവിനും ചെലവിനുമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല മീഡിയംസ്, അതിനെക്കുറിച്ച് മാത്രം നമ്മുടെ ഇൻഡിവിജ്വൽ യൂണിറ്റ് എടുത്ത് വെച്ച് സ്റ്റഡി ചെയ്യപ്പോഴാണ് നമുക്കതിനെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയാൻ കഴിയുന്നത്. ഓക്കെ, അടുത്തതായി മാക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ ഫങ്ഷനിങ് ഓഫ് ദ എക്കോണമി ആസ് എ ഹോൾ. ഒരു കൺട്രിയുടെ മൊത്തം എക്കോണമിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഫുൾ, നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഒരുപാട് മൈക്രോ എക്കണോമിക്സുകൾ ചേർന്നാണല്ലോ ഒരു കൺട്രിയിൽ, ഒരു സൊസൈറ്റിയിലെ എക്കോണമി കംപ്ലീറ്റ് സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്കതിനെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയാൻ കഴിയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മളിപ്പോൾ കുറച്ച് ഡെഫിനിഷൻസ് പറഞ്ഞു. എക്കണോമിക്സിൻ്റെ ബേസിക് ആയിട്ട് ഡെഫിനിഷൻ പറഞ്ഞു, പിന്നെ മൈക്രോ എക്കണോമിക്സ് എന്താണെന്ന് പറഞ്ഞു, മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കുറച്ച് ലോസും കുറച്ച് ഗ്രാഫ്സ് ഒക്കെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് മുമ്പ് അതിന് ബേസിക് ആയിട്ട് കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. ചില വാക്കുകൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കായി ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിലോരോന്നിൻ്റെയും അർത്ഥങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ബേസിക് ഡെഫിനിഷൻ എന്താണ് എന്നാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിസയർ. ഡിസയർ എന്ന് എക്കണോമിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ വിഷ് ടു ഹാവ് സംതിങ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സ്വന്തമാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിനെയാണ് എക്കണോമിക്സിൽ നമ്മൾ ഡിസയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു വാക്കാണ് ഹ്യൂമൻ വാണ്ട് ഓർ സിംപ്ലി വാണ്ട് എന്ന് നമ്മൾ പറയുന്നത് എക്കണോമിക്സിൽ. വാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ എഫക്റ്റീവ് ഡിസയർ ഫോർ എ പർട്ടിക്കുലർ തിങ് വിച്ച് ക്യാൻ ബി സാറ്റിസ്ഫൈഡ് ബൈ മേക്കിംഗ് ആൻ എഫേർട്ട് ടു അക്വയർ ഇറ്റ്. വാണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ആഗ്രഹം മാത്രമല്ല, എഫക്റ്റീവായി നമുക്കത് സ്വന്തമാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. എങ്ങനെ, ഒരു പർട്ടിക്കുലർ തിങ് വേണ്ടി നമുക്ക് സ്വന്തമാക്കണം എന്നൊരു നമുക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ആ സാധനത്തിനെ സ്വന്തമാക്കാൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും ഒരു എഫേർട്ട് കൊടുത്ത്. നമുക്കതിനെ ഇപ്പോൾ സാമ്പത്തികമായിട്ടാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയുള്ള പൈസ സമ്പാദിച്ച് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ നേടാൻ കഴിയുന്നൊരു സാധനത്തിനെയാണ് നമുക്ക് ഹ്യൂമൻ വാണ്ട് എന്ന് പറയാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എപ്പോഴും നമ്മൾ ഡിഫറൻസ് അറിയേണ്ടത് ഡിസയറും ഹ്യൂമൻ വാണ്ട് അല്ലെങ്കിൽ വാണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഡിസയർ എന്ന് പറയുമ്പോൾ അത് വെറും ഒരു വിഷ് മാത്രമായിരിക്കും. ഒരു എഫക്റ്റീവായിട്ടുള്ള ഡിസയറിനെയാണ് നമ്മൾ വാണ്ട് എന്ന് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ വാണ്ട്, നമുക്ക് എഫേർട്ട് കൊടുത്ത് അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റീവ് ഡിസയറാണ്. ഓക്കെ, അപ്പോൾ ആ വാണ്ടിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഹ്യൂമൻ വാണ്ട്സിനെ ബേസിക്കലി രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, പ്രൈമറി വാണ്ടും സെക്കൻഡറി വാണ്ടും. അപ്പോൾ പ്രൈമറി വാണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുഡ്സ് വിച്ച് ആർ നെസസറി ഫോർ ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ആൻഡ് ഫോർ ദ മെയിൻ്റെനൻസ് ഓഫ് നോർമൽ എഫിഷ്യൻസി. ഒരു മനുഷ്യന് നിലനിന്ന് പോകാൻ വേണ്ടി ആൾക്ക് ഏറ്റവും ആവശ്യകതയുള്ള കാര്യങ്ങൾ, നമ്മുടെ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത് തുടങ്ങിയ കാര്യങ്ങളും, പിന്നെന്താണ്, ആൻഡ് ഫോർ ദ മെയിൻ്റെനൻസ് ഓഫ് എ നോർമൽ എഫിഷ്യൻസി. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ജീവിതങ്ങൾക്ക് വേണ്ടി ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളും കൂടി ചേരുമ്പോഴാണ് ഇത് പ്രൈമറി വാണ്ട് ആവുന്നത്. ഉദാഹരണത്തിന് ഒരു സ്റ്റുഡൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയപ്പോഴത്തേക്ക് ബുക്കും പേനയും ആൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് അയാളുടെ പ്രൈമറി വാണ്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു മെക്കാനിക്കലിനെ കുറിച്ച് അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ വർക്കിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് അയാൾക്കുണ്ടാവും. അത് അയാളുടെ ഒരു പ്രൈമറി വാണ്ടായിരിക്കും. അപ്പോൾ എന്താണ് പ്രൈമറി വാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് നിലനിന്ന് പോകാൻ ഏറ്റവും അത്യാവശ്യമായി ആവശ്യമുള്ള കാര്യങ്ങളും പിന്നെ അയാളുടെ ദൈനംദിന ജീവിതത്തിൽ അയാളെ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ അയാളുടെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചേരുമ്പോഴാണ് നമ്മൾ പ്രൈമറി വാണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് സെക്കൻഡറി വാണ്ട്. സെക്കൻഡറി വാണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൈമറി വാണ്ട് ആവശ്യങ്ങൾക്ക് ശേഷം നമ്മൾ എന്ത് തന്നെ അക്യൂർ ചെയ്യാൻ ട്രൈ ചെയ്താലും അത് സെക്കൻഡറി വാണ്ടാണെന്ന് പറയാൻ പറ്റും. കാരണം അത്തരം കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്,
നമ്മുടെ കംഫോർട്സിന് വേണ്ടിയിട്ടും നമ്മുടെ ലക്ഷറീസ് ആയിട്ടുള്ള ലൈഫിനും വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സെക്കൻഡറി വാണ്ട് എന്ന് പറയുന്ന കാറ്റഗറി തിങ്സ് നമ്മൾ അക്യൂർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സെക്കൻഡറി വാണ്ട് എന്താണെന്ന് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി വാണ്ട്സിൽ പെടാത്ത മറ്റെന്തും നമ്മൾ അക്യൂർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളെ നമുക്ക് സെക്കൻഡറി വാണ്ടാണെന്ന് പറയാൻ പറ്റും. അതും രണ്ട് കാറ്റഗറിയാണ് നമുക്ക് പറയാം. കാരണം എന്താണ്, നമ്മളെ കംഫോർട്സിന് വേണ്ടി നമ്മൾ സ്വന്തമാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കിച്ചണിൽ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിച്ചു വെക്കുന്നു, അതൊരു കംഫോർട്ടാണ്. അല്ലെങ്കിൽ റൂമിൽ ഒരു കൂളർ വാങ്ങിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ ഒരു ചെയറിന് വരെ നമ്മളൊരു സോഫ സെറ്റ് വാങ്ങിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ കുറച്ചും കൂടി കംഫോർട്ട് ആക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഉള്ളതാണ് ലക്ഷറിയസ് ആയിട്ടുള്ള തിങ്സ്. അതായത് നമ്മുടെ വെൽത്ത് അല്ലെങ്കിൽ നമ്മളെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി നമ്മൾ സ്വന്തമാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളാണ് ലക്ഷറിയസ് ലൈഫിന് വേണ്ടി നമ്മൾ ഷോ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം സെക്കൻഡറി വാണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഹ്യൂമൻ വാണ്ട് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യത്തിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, അതിൻ്റേതായ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതെന്താണെന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് ഹ്യൂമൻ വാണ്ട് ഈസ് അൺലിമിറ്റഡ്. ഒരു മനുഷ്യന് ഒരു കാര്യം സ്വന്തമാക്കണം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എഫക്റ്റീവായിട്ട് ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അവസാനിക്കുന്നില്ല. അയാളുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും അയാൾക്ക് ഓരോ കാര്യങ്ങൾ അക്യൂർ ചെയ്യണം എന്നുള്ള തോട്ട് വന്നുകൊണ്ടിരിക്കും. സോ ഒരു ഹ്യൂമൻ വാണ്ട് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. സെക്കൻഡ് വൺ ഈസ് ഹ്യൂമൻ വാണ്ട് ഈസ് കോംപ്ലിമെൻ്ററി. അതായത് നമ്മുടെ ഒരു ആവശ്യകത ഒരു സിംഗിൾ കാര്യം കൊണ്ട് മാത്രം ചിലപ്പോൾ ചെയ്തു തീർക്കാൻ പറ്റിയെന്നിരിക്കില്ല. ഉദാഹരണത്തിന് ഷൂ വാങ്ങിക്കുന്ന ഒരു വ്യക്തി പോളിഷർ വാങ്ങിക്കേണ്ടി വരും. കാരണം എന്താണ്, അത് രണ്ടും കോംപ്ലിമെൻ്റായി കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് ഗുഡ്സാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ബൈക്ക് വാങ്ങിക്കുന്ന വ്യക്തി പെട്രോൾ വാങ്ങിക്കേണ്ടി വരുന്നു. കാരണം എന്താണ്, അത് കോംപ്ലിമെൻ്റ് ആണ്. ബൈക്ക് റൺ ചെയ്യണമെങ്കിൽ പെട്രോൾ വേണം എന്നുള്ളതാണ് അവിടുത്തെ സ്റ്റേറ്റ്. അതുപോലെയാണ് പലപ്പോഴും ഹ്യൂമൻ വാണ്ട് എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ആണ്. കാരണം എന്താണ്, ഒരു പാൻറ് വാങ്ങിക്കുന്ന വ്യക്തിക്കാണ് ബെൽറ്റിൻ്റെ ആവശ്യകത ഉണ്ടാകുന്നത്, അല്ല ബെൽറ്റ് മാത്രമേ ആരും വാങ്ങിക്കാൻ ശ്രമിക്കാറില്ലല്ലോ. അതുപോലെയാണ് കോംപ്ലിമെൻ്ററി ആയിരിക്കും എപ്പോഴും ഹ്യൂമൻ വാണ്ട്സുകൾ, മിക്കപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അടുത്തതായ പോയിന്റ്, ഹ്യൂമൻ വാണ്ട് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരൊറ്റ കാര്യം നേടിയാൽ മാത്രമേ നമുക്കത് സ്വന്തമാക്കാൻ കഴിയൂ, അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവൂ എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് കളിച്ച് ക്ഷീണിച്ച് വരുന്നൊരു കുട്ടി, അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ കുട്ടിക്ക് കുടിക്കാൻ വേണ്ടി ഒരുപാട് തരത്തിലുള്ള ഡ്രിങ്ക്സുകളുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ തന്നെ അയാൾ അവിടെ സാറ്റിസ്ഫൈഡ് ആവുകയാണ്. അപ്പോൾ അയാൾ ചിലവാക്കുന്ന 10 രൂപയ്ക്ക് വേണ്ടി പല തരത്തിലെ കൂൾ ഡ്രിങ്ക്സുകൾ അവൈലബിൾ ആയിരിക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ഒരു ദാഹം മാറ്റുക എന്നുള്ള നമ്മളെ ആവശ്യകതയെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഗുഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ വാണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് പലതരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കാര്യങ്ങളുണ്ട്. അടുത്ത പോയിന്റ്, ഹ്യൂമൻ വാണ്ട്സ് വിൽ മൾട്ടിപ്ലൈ. നമ്മുടെ ടെക്നോളജി മാറുന്നതനുസരിച്ചും അല്ലെങ്കിൽ നമുക്ക് ഓരോ ഡെവലപ്മെൻറ്റ്സ് വരുന്നതനുസരിച്ചും നമ്മുടെ വാണ്ടുകൾ മാറിക്കൊണ്ടിരിക്കും. കാരണം പണ്ടൊരു വീട്ടിൽ ഒരു സാധാരണ ലാൻഡ് ഫോൺ ഉണ്ടാകുമെന്ന് പറഞ്ഞത് ഒരു വലിയ കാര്യമായിരുന്നു. പിന്നെ ഇപ്പം മൊബൈലിലോട്ട് മാറി, ഇപ്പോൾ സ്മാർട്ട് ഫോൺസിലോട്ട് മാറി. യൂസേജ് എല്ലാം സെയിം ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളെന്താണ്, നമ്മുടെ മൾട്ടിപ്ലൈ ആയിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. അല്ലെങ്കിൽ ടെക്നോളജിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ പുതിയ ഒരു റെവല്യൂഷന് പോലെ നമ്മൾ മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഹ്യൂമൻ വാണ്ട്സിൽ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. അടുത്തത്, ഹ്യൂമൻ വാണ്ട്സ് വിൽ റിക്കർ. ചില കാര്യങ്ങൾ നമുക്കത് വീണ്ടും ഒരു റിപ്പീറ്റ് പോലെ ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് ഒരു കുടുംബത്തിലേക്ക് ഒരു മാസത്തേക്ക് അരി വാങ്ങിക്കുന്നു, അവർ ഭക്ഷണം വെച്ച് കഴിക്കാനായിട്ട്. തൊട്ടടുത്ത മാസം അവർക്കത് ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മുടെ വാണ്ട് എന്ന് പറയുന്നത് അങ്ങനെയാണ്, റിക്കർ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അടുത്ത ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ സിംഗിൾ വാണ്ട് ക്യാൻ ബി സാറ്റിസ്ഫൈഡ്. ഒരു മനുഷ്യന് ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരു ഇഫക്റ്റീവ് ഡിസയേഴ്സ് ഉണ്ടെങ്കിലും അത് എല്ലാം തന്നെ നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൽ ചിലതെങ്കിലും നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതായിരിക്കും. അതാണ് ഈ പോയിന്റ് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഒരു സിംഗിൾ വാണ്ട്, നമുക്കുള്ള ഒരു സിംഗിൾ വാണ്ട് നമുക്ക് അറ്റ് എ ടൈം ചിലപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യും. എല്ലാ വാണ്ടുകളെയും ഒരുമിച്ച് നമുക്ക് സ്വന്തമാക്കാൻ ശ്രമിക്കാൻ പറ്റത്തില്ല. അടുത്ത ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാണ്ട്സ് ക്യാൻ ബി പോസ്റ്റ്പോൺഡ്. അതായത് നമ്മുടെ ചില ആഗ്രഹങ്ങൾ ഇപ്പം തന്നെ, അല്ലെങ്കിൽ ഈ വാണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളെ ഇപ്പം തന്നെ നമുക്കിത് സ്വന്തമാക്കണമെന്ന് വാശി പിടിക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് നമ്മൾ കുറച്ചധികം പൈസ സമ്പാദിച്ചു, നമുക്കൊരു നല്ല ഷർട്ട് വാങ്ങിക്കണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത ഡേയിൽ നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല, നമുക്ക് നാളെ വേണമെങ്കിലും സ്വന്തമാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ വാണ്ടുകളും അങ്ങനെയാണ്. വേണമെങ്കിൽ 1-2 ദിവസത്തേക്ക് നമുക്കത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കാം, അല്ലെങ്കിൽ കുറച്ചധികം കാലാവധിക്ക് നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. ഓക്കെ, അടുത്ത ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫർ ഇൻ അർജൻസി. സാഹചര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഏറ്റവും അത്യാഹിത സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ വേണം എന്ന് വിചാരിച്ച കാര്യത്തേക്കാൾ മറ്റൊരു കാര്യത്തിനായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കാൻ കുറച്ച് പൈസ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അയാളുടെ ഒരു റിലേറ്റീവിന് ഒരു ഹോസ്പിറ്റൽ എമർജൻസി വരികയാണെങ്കിൽ ആ പൈസ കൊണ്ട് അയാൾ ഒരിക്കലും വാച്ച് മേടിക്കുന്നേക്കാൾ അയാൾക്ക് ആ ടൈമിൽ അർജൻസി ഉണ്ടാകുന്നത് ആ ഹോസ്പിറ്റൽ കേസിലേക്ക് പൈസ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഹ്യൂമൻ്റെ പല വാണ്ടുകളും.
ചില പോയിന്റിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉള്ള മറ്റു കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ അതിനായിട്ടായിരിക്കും പൈസ ചിലവഴിക്കാൻ പോവുക. ഓക്കെ, ലാസ്റ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ വാണ്ട്സ് വിൽ റിമെയിൻസ് എഹെഡ് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. എപ്പോഴും നമ്മുടെ ഒരു എക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിനേക്കാൾ കൂടുതലായിരിക്കും ഹ്യൂമൻ വാണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഹ്യൂമൻ വാണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനേക്കാൾ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് ഒരു ഹ്യൂമൻ വാണ്ടിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അത് അൺലിമിറ്റഡ് ആയിരിക്കും, കോംപ്ലിമെൻ്ററി ആയിരിക്കും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയുമായിരിക്കും, അത് മൾട്ടിപ്ലൈ ചെയ്യും, റിക്കർ ചെയ്യും. അറ്റ് എ ടൈം നമുക്ക് സിംഗിൾ വാണ്ടേ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. വൺസ് ചില സമയത്ത് നമുക്കത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്കതിൻ്റെ അർജൻസി മാറാൻ പറ്റും. പിന്നെന്താണ്, അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിനേക്കാൾ കൂടുതലായിരിക്കും എപ്പോഴും ഹ്യൂമൻ വാണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ SSC എക്കണോമിക്സിൻ്റെ ബേസിക് പോർഷൻ്റെ സ്റ്റാർട്ടിങ് നമ്മളിവിടെ നിർത്തുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ കാണാനായിട്ട് അടുത്ത എപ്പിസോഡിന് വെയിറ്റ് ചെയ്യുക. താങ്ക് യു എവരിവൺ.